മോളിവിടെ ഇരിക്കും. ഇരിക്കും മോളെ. സൂക്ഷിച്ചു. ഒരു കുഞ്ഞിനായുള്ള കാത്തിരിപ്പിന്റെ സന്തോഷം ഇല്ലാതാക്കിക്കൊണ്ട് അവരെ ദ്രോഹിച്ചുകൊണ്ടേയിരുന്നു. കഴിച്ച ഓട്സിലൂടെയാ ശ്യാമയുടെ ഉള്ളില് വിഷം ചെന്നിട്ടുള്ളതെന്നാ റിസൾട്ട് വന്നത്. എനിക്കൊന്നും അറിയില്ല ആനന്ദേട്ടാ, അങ്ങനെ വരാൻ ഒരു വഴിയില്ല. വിഷോ ഒരിക്കലുമില്ല. ശ്യാമയെ ഈ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചപ്പോഴും വലിയ സ്നേഹം നടിച്ചപ്പോഴും ഇവരുടെ ക്രൂരത ഞാൻ മുൻപേ തിരിച്ചറിയണമായിരുന്നു. ഇല്ല, വെറുതെ പറയാ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ആരാണ് ചെയ്തത്? ആനന്ദേട്ടാ, എനിക്കറിയില്ല. സത്യം പറ, നീ എന്തിനാ അതിൽ വിഷം ചേർത്തത്? അയ്യോ ആനന്ദേട്ടാ, ആനന്ദേട്ടനെങ്കിലും എന്നെ വിശ്വസിക്ക്. ഞാനങ്ങനെ ചെയ്തിട്ട്. നമുക്ക് പോവാം. പൊയ്ക്കോ, എന്റെ മോള് പൊയ്ക്കോ. ഇനി ഞാൻ നിന്നോട് ഇവിടെ നിൽക്കാൻ പറയില്ല. കൊലപാതകികളാ അവിടെ ഉള്ളത്. എന്റെ മോള് രക്ഷപ്പെട്ടു പൊയ്ക്കോ, വേഗം പൊയ്ക്കോ. ഇറങ്ങിയിട്ടും ശത്രുക്കളുടെ വേട്ടയാടൽ തുടർന്നു. പ്രസവത്തിനായുള്ള ആശുപത്രി യാത്രക്കിടയിൽ അവർ വീണ്ടും ആക്രമിച്ചു. ഒടുവിൽ വഴിതെറ്റി ദിക്കറിയാതെ ഞങ്ങൾ